ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ISRO വിക്ഷേപണം ചെയ്ത ആദിത്യ-L1 ലക്ഷ്യസ്ഥാനത്തെത്തി. സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിനായി ഇന്ത്യ തയ്യാറാക്കിയ ആദ്യത്തെ ബഹിരാകാശ പേടകമാണ് ആദിത്യ-L1. സെപ്റ്റംബർ 2 യാത്ര ആരംഭിച്ച ഈ ബഹിരാകാശ പേടകം ജനുവരി 6 ലക്ഷ്യസ്ഥാനത്തെത്തിയത്. 177.87 ദിവസം കൊണ്ട് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലങ്കാരംഗ പോയിന്റിൽ എത്തിയത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 1.5 കോടി കിലോമീറ്ററാണ്. ഈ അകലത്തിൻ്റെ 10 ദൂരത്തിലാണ് ഇപ്പോൾ ആദിത്യ-L1 നിലയുറപ്പിച്ചിരിക്കുന്നത്. സൗരാന്തരീക്ഷത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ ബഹിരാകാശ പേടകത്തിൻ്റെ ലക്ഷ്യം. ബഹിരാകാശ കാലാവസ്ഥയും സൂര്യനുമായുള്ള ബന്ധം, ഭൂമിയും സൂര്യനുമായുള്ള ബന്ധം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പഠനങ്ങൾ. ഈ പേടകം വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ 5 വർഷം വരെ ഭൂമിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള പേടകങ്ങൾ ഇതിനു മുൻപ് വിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ സൂര്യനോട് ഇത്രയും അടുത്തെത്തിയത് അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും മാത്രമാണ്. സോമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ചരക്ക് കപ്പൽ നാവികസേന മോചിപ്പിച്ചു. INS ചെന്നൈ എന്ന കപ്പലിലെത്തിയ നാവിക സൈനികരാണ് അഭിമാനകരമായ ഈ നേട്ടം കൈവരിച്ചത്. കപ്പലിനു മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തിയതിനു ശേഷമാണ് കപ്പലിൽ നിന്നും പുറത്തു കിടക്കാൻ കൊള്ളക്കാരോട് നിർദ്ദേശിച്ചത്. ഹെലികോപ്റ്ററിൽ സൈനികർ കപ്പലിൽ ഉള്ളിൽ ഇറങ്ങുന്നതിനു മുമ്പ് കൊള്ളക്കാർ അപകടം തിരിച്ചറിയുകയും രക്ഷപ്പെടുകയും ചെയ്തു. 15 ഇന്ത്യക്കാരടക്കം കപ്പലിലെ 21 ജോലിക്കാരും സുരക്ഷിതരായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭാരത സർക്കാരിനും നാവികസേനയ്ക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ കമാൻഡോ ഓപ്പറേഷൻ. അമേരിക്കയുടെ നേതൃത്വത്തിൽ 12 യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യത്തെയാണ് സുരക്ഷയ്ക്കായി ചെങ്കടലിൽ നിയോഗിച്ചിരിക്കുന്നത്. ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതന്മാർ നടത്തുന്ന ആക്രമണം തടയാൻ ഈ സൈന്യത്തിന് കഴിയുന്നില്ല. കൊള്ളക്കാരുടെ പിടിയിലായ ഒരു ചരക്ക് കപ്പലിനെ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യ മോചിപ്പിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രമാണ് മാലി അഥവാ മാൽഡീവ്സ്. എല്ലാ പ്രതിസന്ധികളിലും ഭാരതത്തെയാണ് പണ്ട് ഈ രാജ്യം ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനാണ്. മാലിയും ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഇദ്ദേഹത്തിൻ്റെ നീക്കം. ഇന്ത്യയുടെ സ്വാധീനം അവസാനിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായിട്ടാണ് മൊയ്സു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നയതന്ത്ര മര്യാദ പാലിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു മന്ത്രി ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തെ തുടർന്ന് മാലിയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഇന്ത്യക്കാരെ പിൻവലിക്കുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ലക്ഷദ്വീപ് സന്ദർശിച്ച നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ ചില മാലി മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി. ഇത് ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ വന്നതിനെ തുടർന്ന് മാലിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും വന്നു. ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് മാലി സന്ദർശനം ഉപേക്ഷിച്ചത്. ഇത് മാലിയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പോസ്റ്റുകളിട്ട മന്ത്രിമാരെ നീക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. എന്നാലും ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൗദികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം
ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പാസാക്കി. റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. 11 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. ഒരു രാജ്യവും പ്രമേയത്തെ എതിർത്തില്ല. ഹൗദികൾ ആക്രമണം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇംഗ്ലണ്ടും ഫ്രാൻസും മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇതിനകം തന്നെ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാനെത്തിയ ഹൗദിയുടെ ഡ്രോണുകളെ അമേരിക്ക തകർത്തിട്ടുണ്ട്. ഹമാസിനെതിരെ പോരാടുന്ന ഇസ്രായേലിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഹൗദികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് കപ്പലുകൾ സഞ്ചരിക്കുന്ന സമുദ്രപാതയിലാണ് ഹൗദികൾ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്. ഹൗദി വിമതന്മാരുടെ ആക്രമണങ്ങൾ വിദേശ കപ്പലുകൾക്കെതിരെയാണ്. ഇതുമൂലം ഇസ്രായേലിനുണ്ടാകുന്നതിനേക്കാൾ വലുതാണ് യൂറോപ്പിൻ്റെ നഷ്ടം. ഖസം സുലൈമാനിയുടെ കബറിടത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 84 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കു പറ്റുകയും ചെയ്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ തലവന്മാരിൽ ഒരാളായിരുന്ന സുലൈമാനിയെ അമേരിക്കൻ പട്ടാളക്കാർ വധിച്ചത് 2020-ലാണ്. നിരവധി അമേരിക്കൻ പൗരന്മാരുടെ വധത്തിന് ഉത്തരവാദിയായ ഇദ്ദേഹത്തെ ഭീകരന്മാരുടെ പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് അമേരിക്കൻ സൈനികർ ഇദ്ദേഹത്തെ വധിച്ചത്. ഇദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ടാണ് ഇറാനിലെ ഭരണകൂടം കാണുന്നത്. ചരമവാർഷിക ദിനത്തിൽ നിരവധി ആൾക്കാർ കബറിടം സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാറുണ്ട്. ചരമദിനമായ ജനുവരി 3-ന് കബറിടം സന്ദർശിക്കാനെത്തിയവരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ നാടാണ് ഇറാൻ. ഖുറാൻ അനുസരിക്കാത്ത ബഹുദൈവ വിശ്വാസികൾക്കുള്ള ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ശിക്ഷയാണ് ഈ ബോംബ് സ്ഫോടനം. ഡിസംബർ 30-നും ജനുവരി 2-നും റഷ്യ ഉക്രൈനെതിരെ വൻതോതിൽ മിസൈൽ ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിൽ ഉത്തര കൊറിയൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഉത്തര കൊറിയയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതായി റഷ്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. റഷ്യയ്ക്ക് ആയുധം നൽകുന്നതിൻ്റെ പേരിൽ ഉത്തര കൊറിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന ഭയം മൂലമാണ് ഈ ആയുധ കച്ചവടം റഷ്യ രഹസ്യമായി സൂക്ഷിക്കുന്നത്. എന്നാൽ ഗൗരവത്തോടെയാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിക്കുവാനും മെച്ചപ്പെടുത്താനും ഉത്തര കൊറിയ ഈ അവസരം ഉപയോഗിക്കും എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ആണവായുധ പരീക്ഷണങ്ങൾക്കായി റഷ്യയുടെ സാമ്പത്തിക സഹായം ഉത്തര കൊറിയയ്ക്ക് ലഭിക്കും എന്നും അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ താൽപ്പര്യമില്ല എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ ആയുധ കച്ചവടം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് യൂറോ ഫൈറ്റർ വിൽക്കുന്നതിനെ എതിർക്കില്ല എന്ന് ജർമ്മനി അറിയിച്ചു. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, UK തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ യുദ്ധവിമാനം. നിർമ്മാതാക്കളായ 4 രാജ്യങ്ങളാണ് ഈ വിമാനം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. UK-യിൽ നിന്നും ഈ വിമാനം സൗദി വാങ്ങുന്നതിന് ജർമ്മനി നേരത്തെ എതിർത്തിരുന്നതാണ്. ഇസ്രായേലിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ജർമ്മനി സൗദിക്ക് അനുകൂലമായ തീരുമാനം എടുത്തത്. സൗദിയുടെ പിന്തുണയോടെയാണ് ഹൗദി വിമതന്മാർക്കെതിരെ യമൻ പോരാടുന്നത്. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്
ഹൗതി വിമതന്മാർക്കാണ്. ഇവർക്കെതിരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്താനാണ് സൗദി യൂറോഫൈറ്റർ വാങ്ങുന്നത്. ചെങ്കടലിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഹൗതി വിമതന്മാർ ഇസ്രായേലിൻ്റെ ശത്രുവാണ്. ഹൗതികൾക്കെതിരെയാണെങ്കിലും ഇസ്രായേൽ സൗദി സഹകരണം അറബ് ലോകത്തിന് വലിയ ഒരു വെല്ലുവിളിയാണ്. ഇസ്രായേലിൻ്റെ പിന്തുണയോടെ സൗദി ഇടപെടുന്നത് ചെങ്കടലിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുറത്തുവന്ന ഒരു ലേഖനത്തിൽ ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്നതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിരൂക്ഷമായി വിമർശിച്ചു. സഭയുടെ കാഴ്ചപ്പാടാണ് ഈ ലേഖനം. എന്നാൽ ആധുനിക സമൂഹത്തിൻ്റെ കച്ചവട താൽപ്പര്യങ്ങൾ മൂലം അപ്രത്യക്ഷമാകുന്ന മാനവിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിലാപം കൂടിയാണ്. വാടക ഗർഭധാരണവും പ്രസവവും നടക്കുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം നേരത്തെ തയ്യാറാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗർഭം ചുമക്കുകയും സമയമാകുമ്പോൾ പ്രസവിച്ച് കുഞ്ഞിനെ കൈമാറുകയും ചെയ്യുന്നതോടെ ഈ കരാർ അവസാനിക്കുന്നു. പ്രസവിച്ച സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോട് സ്വാഭാവികമായി തോന്നാവുന്ന ഒരു വികാരങ്ങളും അനുവദിക്കാത്ത ഈ കരാർ മാതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. ദാരിദ്ര്യം മൂലമാണ് ഈ ഉടമ്പടികളിൽ പല സ്ത്രീകളും ഒപ്പിടുന്നത്. സ്ത്രീകളെ പ്രസവിക്കാനുള്ള ഒരു യന്ത്രമായി മാത്രം കാണരുത് എന്ന് എല്ലാ പുരോഗമനവാദികളും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. വലിയ സമ്പന്നരുടെ മക്കളെ പ്രസവിക്കാനുള്ള വില കൂടിയ യന്ത്രമായി പാവപ്പെട്ട പെൺകുട്ടികളെ മാറ്റിയെടുക്കുന്ന മായാജാലമാണ് ഈ ഏർപ്പാട്. ഈ വർഷം അവസാനം അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹം പ്രതിയായ നിരവധി കേസുകൾ വിവിധ കോടതികളുടെ പരിഗണനയിലാണ്. 2 സംസ്ഥാനങ്ങളിൽ ഇദ്ദേഹം മത്സരിക്കുന്നത് കോടതി വിലക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപ് കോടതിയിൽ പുതിയ ഒരു കേസ് കൊടുത്തു. പ്രസിഡന്റ് എന്ന നിലയിൽ സ്വീകരിച്ച നടപടികളുടെ പേരിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ കോടതി ഇതിൽ സംശയം പ്രകടിപ്പിച്ചു. ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഭരണത്തിലിരിക്കുമ്പോഴല്ലേ? ഒരു മുൻ പ്രസിഡന്റിന് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്നതായിരുന്നു പ്രധാന സംശയം. യുദ്ധപ്രഖ്യാപനം, ഔദ്യോഗിക രേഖാ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ എന്ന സംശയവും കോടതി ഉന്നയിച്ചു. ട്രംപിൻ്റെ ആവശ്യം വിശദമായി പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. ഭരണത്തലവൻ്റെ തീരുമാനങ്ങൾ പരിശോധിക്കുവാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്നത് വലിയ ഒരു നിയമപ്രശ്നമാണ്. തന്മൂലം ഈ കേസിലെ വിധി കേൾക്കാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലാണ് കെനിയയിലെ ഒരു വനത്തിൽ നിന്നും മെക്കൻസ്കി എന്ന സുവിശേഷ പ്രസംഗകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുവരെ ഇയാൾക്ക് പോലീസ് കുറ്റപത്രം നൽകിയിട്ടില്ല. 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പ്രതിയെ നിരുപാധികം മോചിപ്പിക്കുമെന്ന് കോടതി ബുധനാഴ്ച പ്രോസിക്യൂട്ടറെ അറിയിച്ചു. ഉടൻ തന്നെ ലോകം അവസാനിക്കുമെന്നും എല്ലാവരും ഉപവസിക്കണം എന്നുമാണ് മെക്കൻസ്കി തൻ്റെ അനുയായികളെ ഉപദേശിച്ചത്. ഇങ്ങനെ ഉപവാസം അനുഷ്ഠിച്ചവർ കൂട്ടത്തോടെ മരിക്കുന്നു എന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്നുള്ള പരിശോധനയിൽ 400 മൃതദേഹങ്ങൾ കണ്ടെത്തും. ഇവരൊക്കെ ഭക്ഷണം കിട്ടാതെയാണ് മരിച്ചതെന്നും കണ്ടെത്തി. ഉപവസിക്കാനുള്ള മെക്കൻസിയുടെ ഉപദേശമനുസരിച്ചതുകൊണ്ടാണ്
അനുയായികൾ കൊല്ലപ്പെട്ടത് എന്നു സ്ഥാപിക്കാനുള്ള തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. 8 മാസം പ്രതിയായി തടവിൽ സൂക്ഷിച്ച ഒരാളെ വിചാരണ പോലും നടത്താതെ കോടതി വിട്ടയച്ചാൽ അത് വലിയ നാണക്കേടാകും. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.